നേരത്തെക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. റോഡ് വന്നപ്പോൾ അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയും വിഷയമില്ലായിരുന്നു. മറ്റേന്ന് പറയുമ്പോൾ ഈ റോഡ് പൊക്കാത്തപ്പോൾ നിരന്ന് വെള്ളം ഒഴുകിപ്പോമായിരുന്നു. ഇപ്പം ഒരു ഇതായിട്ടിങ്ങനെ പൊങ്ങി അങ്ങൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ വെള്ളം പൊങ്ങി മാറുക. വെള്ളം കൂടുന്നുണ്ട്, ഒത്തിരി ഒരുപാട് കൂടുതൽ. ഇന്ന് രാവിലെ ഞാൻ ആ കട്ടിൽ പൊക്കി വെച്ചതാണ്, ഇപ്പോൾ ആ കട്ടിൽ മുങ്ങി, ഇനിയും പൊക്കാൻ പോവുക. ശ്യാമലി, ഏതായാലും നമുക്കറിയാവുന്നതാണ് മഴ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലും കുട്ടനാട്ടിലേക്ക് വെള്ളം കൂടുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതാണ് ഈ കിഴക്കൻ ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയുടെ പ്രതിഫലനം ഉണ്ടാകുന്നത് കുട്ടനാട്ടിലേക്കായിരിക്കും. അത് അന്നായിരിക്കില്ല, 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും സാധാരണ കുട്ടനാട്ടിലേക്ക് വെള്ളം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കുട്ടനാട്ടിലേക്ക് കൂടുതലായി വെള്ളം എത്തി തുടങ്ങിയിരിക്കുന്നു. അതായത് തോട്ടപ്പള്ളി സ്പിൽവേ വഴിയൊക്കെ വെള്ളം ഒഴുക്കി വിട്ടിട്ടും അതിനേക്കാൾ കൂടുതലായുള്ള വെള്ളം എത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഇവിടങ്ങളിൽ വെള്ളം മുങ്ങുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ കൂടുതലായിട്ടുള്ള വെള്ളം എത്തുന്നു എന്ന് തന്നെ വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. മാത്രമല്ല ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ആ വെള്ളം കൂടുതലായി അടിച്ച് വീടിനുള്ളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ട്. കുറേയൊക്കെ തമാശയോട് കൂടി തന്നെ ആളുകൾ റോട്ടിൽ കാണുന്നുണ്ട് എങ്കിൽ തന്നെയും സ്ഥിതി ഒട്ടും അത്തരത്തിലുള്ള തമാശയോട് കൂടി കാണാൻ നമുക്കിപ്പോൾ സാധിക്കുന്നതല്ല. ഗൗരവത്തോടു കൂടി തന്നെ വേണം ഇതിനെ കാണാൻ എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ചെറിയ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും അങ്ങനെ വേണം ഇതിനെ കാണാൻ. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിനെയൊക്കെ സരളമായി എടുക്കുന്ന ഒരു സ്വഭാവം അവർക്കുള്ളത് കൊണ്ടാണത്. പക്ഷേ അതവരുടെ മുൻകാല ജീവിതാനുഭവം കൊണ്ടാണല്ലോ അമൽ. അങ്ങനെ കുട്ടനാട്ടുകാർ അങ്ങനെ എടുക്കുന്നത് അവരുടെ മുൻകാല ജീവിതാനുഭവം കൊണ്ടാണ്. അവർ അതിനെ സരസമായി എടുക്കണം. പക്ഷേ ഇത് ഏറ്റവും ഗൗരവമായ ഒരു കാര്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനെ ഒന്ന് പരിഹരിക്കുവാൻ വേണ്ടി ബാധ്യസ്ഥരായ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ അവിടെ ഇല്ല എന്നുള്ളതാണ്. അതായത് കുട്ടനാട്ടുകാരെ അങ്ങ് അനുഭവിക്കാൻ വിട്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ജില്ലയിലെ ആകെ ഒരു അവസ്ഥ എങ്ങനെയാണ് അമൽ? ഇന്ന് അലേർട്ട് എങ്ങനെയാണ്? ഇന്ന് മഴ അവിടെ ഉണ്ടോ? മറ്റിടങ്ങളിൽ അമലിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ശ്യാമലി, ഇടപെട്ടുള്ള മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെയും അതോടൊപ്പം തന്നെ അന്തകാനഴി പോലുള്ള ഭാഗങ്ങളിലെയും അതോടൊപ്പം തണ്ണീർമുക്കത്തെയൊക്കെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം കുറെയെങ്കിലും ഇതുവരെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെയും അതിലംഘിച്ചുകൊണ്ടുള്ള വെള്ളക്കയറ്റമാണ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അത് ഗൗരവമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുകളാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ളവയ്ക്ക് അവധി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പലരും ബുദ്ധിമുട്ടുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുവാനും നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുട്ടാർ ഭാഗത്തെല്ലാം വലിയ രീതിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തലവടി ഭാഗത്തും തലവടിയിലാണ് ആദ്യം വെള്ളം എത്തുന്നത്. അതായത് ഈ കിഴക്കൻ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രവാഹം ആദ്യം കുട്ടനാട്ടിലേക്ക് കയറുന്നത് തലവടിയിൽ നിന്നാണ്. അപ്പോൾ ഈ തലവടി ഭാഗത്ത് വലിയ രീതിയിലുള്ള ഒറ്റപ്പെടൽ പല വീടുകളും നേരിടുന്നുണ്ട്. പലരെയും ആളൊഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗർഭിണികളായ സ്ത്രീകളെയും അമ്മമാരെയും പ്രായമായിട്ടുള്ളവരെയും കുഞ്ഞുങ്ങളെയും അടക്കം കഴിഞ്ഞ ദിവസം തന്നെ തലവടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും തലവടിയിൽ ഇപ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായി, വെള്ളം പൊങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ആളുകളെ മാറ്റിയത് കൊണ്ട് അവിടുന്ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കുട്ടനാടിന്റെ മറ്റ് മേഖല, അതായത് അപ്പർ കുട്ടനാടിന് പുറത്തേക്ക് കൂടി വെള്ളം വരുന്നു എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഗൗരവം കൂടുന്നത്. സാധാരണ അപ്പർ കുട്ടനാട് മേഖലയിലേക്കാണ് ആദ്യം വെള്ളം എത്തുന്നത്, പിന്നീട് അത് കുട്ടനാട്ടിലേക്ക് വ്യാപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും വലിയ രീതിയിൽ മങ്കൊമ്പ് ഭാഗത്തെല്ലാം ആളുകൾ ഇത്തരത്തിൽ വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. ഈ 2018 പ്രളയകാലത്ത് അതിജീവിച്ചവരാണ്. പക്ഷേ ആ ഒരു രീതിയിൽ ആണോ ഈ ഭരണകൂടം അവരോട് ഇടപെടുന്നത് എന്നുള്ള കാര്യം ചേച്ചി ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല, ആരും വിളിച്ചില്ല. ഈ മെമ്പറോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും ഉണ്ടെങ്കിൽ പറയാനാ പറഞ്ഞത്. ആരും ഇതുവരെ ഞങ്ങളെ വിളിച്ചൊന്നിട്ടില്ല. ശ്യാമലി, ഇതാണ് സമീപനം. ഈ കഴിഞ്ഞ വട്ടങ്ങളെല്ലാം ഇതായിരുന്നു സമീപനം എന്ന് നമ്മൾ ഒന്നുകൂടി നോക്കേണ്ടതാണ്. ഈ പ്രളയത്തിലെ കാലത്തെല്ലാം ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ആളുകൾ അഭിമുഖീകരിക്കുന്നത് ആരും തങ്ങളുടെ കാര്യം അന്വേഷിക്കുന്നില്ല എന്നൊരു വേദനയാണ് അവർക്കുള്ളത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ അടുക്കളയിലേക്കാണ്. ഈ ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇവർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോഴാണ്, അത് വീടിന്റെ അകത്ത് വിളിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ആ മനുഷ്യൻ അല്പസമയം മുൻപ് റോട്ടിലിറങ്ങി കുളിച്ചത്. ഇപ്പോൾ ഈ വീടിന്റെ അകത്താണ് നമുക്ക് കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് പാചകം ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്ന് എന്ന് പറയുന്നത്. ചേട്ടാ, കാപ്പി കുടിച്ചിരുന്നോ? കാപ്പി കുടിച്ചില്ല. ഭക്ഷണം ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. പുറത്ത് ഇത് മേടിച്ചു, ഏത്തക്കായ മേടിച്ചു, അത് കഴിച്ചു. ഏത്തക്കായും പെണ്ണും ഉണ്ടായിരുന്നു. ഇനി ക്യാമ്പുകളിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? ക്യാമ്പിലോട്ട് പോവാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനാണ് ഇപ്പം നിൽക്കുന്നത്.
ശ്യാമലി, രാവിലെ കാപ്പി പോലും അവർ കുടിച്ചിട്ടില്ല, ആ കഴിച്ചിരിക്കുന്ന ഒരു പഴവും പണ്ണുമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന്. അതായത് ഇവർ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടനാടിന്റെ ഏതെങ്കിലും ഉൾഭാഗങ്ങളിലോ ഉൾഗ്രാമങ്ങളിലോ ഒന്നും അല്ല, AC റോഡിന്റെ വക്കത്ത് നിൽക്കുന്ന ഒരു വീട്ടിലെ അവസ്ഥയാണിത്. ഇവിടെ എത്തിപ്പെടാൻ എന്ത് ബുദ്ധിമുട്ടാണ് നമ്മുടെ അധികാരികൾക്കുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സമീപനമാണ് ഈ ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ചേച്ചി ഇവരുടെ വളർത്തുമൃഗത്തിന് കൊടുക്കുന്ന ഒരു കരുതലുണ്ട്, അതിനെ കയറ്റി സുരക്ഷിതമായി അവിടെ നിർത്തുന്നു. ഇത്തരം ഈ ഒരു വളർത്തുമൃഗത്തിന് ഇവർ കൊടുക്കുന്ന, മിണ്ടാപ്രാണിയോട് കൊടുക്കുന്ന ഈ കരുതൽ പോലും ഇത്തരത്തിൽ കുട്ടനാട്ടിലെ മനുഷ്യരോട്, സാധാരണക്കാരായ മനുഷ്യരോട് നമ്മുടെ അധികാരികൾ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. ശ്യാമലി, ഏതായാലും നമുക്ക് തീർച്ചയായും അമൽ, വ്യക്തമാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന്, അവിടുത്തെ കാഴ്ചകളിൽ നിന്ന്